പ്രിയങ്ക ഗാന്ധി പലപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്. ഇങ്ങ് കേരളത്തിൽ വിജയിച്ചു കയറിയ പ്രിയങ്ക രാജ്യത്തെ പല കാര്യങ്ങളിലും ഇടപെടുകയാണ്. ഗാസ, ആ ദുരന്തഭൂമി മറക്കാൻ നന്മ ചിന്തിക്കുന്ന ഒരാൾക്കും തന്നെ കഴിയില്ല. അവിടെ ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുകയാണെന്ന് പ്രിയങ്കയും. കഴിഞ്ഞ ദിവസം പലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫയേഴ്സ് ഡോക്ടർ ആബേദ് എൽറാസെക് അബു ജാസറുമായി പ്രിയങ്ക ഗാന്ധി തന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 18ാം ലോക്സഭയിൽ വയനാട് പാർലമെന്റ് അംഗമായി വിജയിച്ച പ്രിയങ്ക ഗാന്ധിയെ ഡോക്ടർ അബു ജാസർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പലസ്തീൻ ജനതയുടെ അഭിലാഷങ്ങൾക്കുള്ള തന്റെ അചഞ്ചലമായ പിന്തുണ പ്രിയങ്ക ഗാന്ധി വീണ്ടും അറിയിച്ചു. മുൻ ഇന്ത്യൻ നേതാക്കളായ ഇന്ദിരയെയും രാജീവ് ഗാന്ധിയെയും കാണാനുള്ള സന്ദർശന വേളയിൽ ഐതിഹാസിക നേതാവ് യാസർ അറാഫാത്തുമായുള്ള തന്റെ ബാല്യകാല ഇടപെടലുകൾ അനുസ്മരിച്ചുകൊണ്ട് പലസ്തീനിയൻ ലക്ഷ്യവുമായുള്ള തന്റെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രിയങ്ക സംസാരിച്ചു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലി യുദ്ധത്തെ, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും കുട്ടികളുടെയും സ്ത്രീകളുടെയും ദാരുണമായ നഷ്ടത്തിലും പ്രിയങ്ക ഗാന്ധി അപലപിക്കുകയും നാശത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദുഃഖിതരായ അമ്മമാർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് അവർ അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടു. ഡോക്ടർ അബു ജാസർ പശ്ചിമേഷ്യൻ ഇന്ത്യയുടെ നിർണായക പങ്കിനെ ഊന്നി പറഞ്ഞു. വെടിനിർത്തൽ സുഗമമാക്കാനും പലസ്തീന്റെ പുനർനിർമ്മാണത്തെ പിന്തുണയ്ക്കാനും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനും ഇന്ത്യയെ അദ്ദേഹം പ്രേരിപ്പിച്ചു. പലസ്തീനുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധത്തെയും ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തെയും അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ആഗോള നിലവാരത്തോടുള്ള പലസ്തീനികളുടെ ആദരവ് ഉയർത്തിക്കാട്ടി. ഗാസയുടെ പുനർനിർമ്മാണ ശ്രമങ്ങളിലും മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിലും നിർണായകമായ വികസന പദ്ധതികളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം നിരന്തര സംഘർഷങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും വർഷമായിരുന്നു ഇസ്രയേലിന് 2024. കഴിഞ്ഞ വർഷം അവസാനത്തിൽ തുടക്കം കുറിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ നിന്ന് ഒരു ദിവസം പോലും മാറാതെ നിന്നു ഇസ്രയേൽ. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പിന്നീട് ബെയ്റൂത്തിലും നടത്തിയ സൈനിക നീക്കങ്ങളും അവിടങ്ങളിൽ മരിച്ചൊടുങ്ങുകയും അഭയാർത്ഥികളാവുകയും ചെയ്ത പതിനായിരങ്ങളും അന്താരാഷ്ട്ര വാദപ്രതിവാദങ്ങൾക്കും മനുഷ്യാവകാശ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. മധ്യപൂർവ്വ ദേശത്തിനപ്പുറത്ത് ലോകത്താകമാനം പുതിയ അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടായി. അയൽ രാജ്യങ്ങളുമായുള്ള സമവാക്യങ്ങൾ മാറി. സൈനിക പ്രതിരോധ സാങ്കേതിക ശേഷിയെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചു പോലും ചോദ്യങ്ങൾ ഉയർന്ന ഒന്നിലധികം സന്ദർഭങ്ങളുണ്ടായി. വർഷം അവസാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 സംഭവ വികാസങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണിത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ 1400-ൽ അധികം ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും 200ഓളം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കകം തിരിച്ചടി തുടങ്ങിയ ഇസ്രായേൽ അതിശക്തമായ സൈനിക നടപടിയാണ് കൈക്കൊണ്ടത്. 2024 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 45,000 പലസ്തീനികൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇവരിൽ 70% പേർ സ്ത്രീകളും കുട്ടികളുമാണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും മരുന്നുകളും കിട്ടാതെ അതീവ ദുരിതത്തിൽ മരിച്ചു ജീവിക്കുന്ന പതിനായിരങ്ങൾ വേറെയും. ഈ അവസ്ഥ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.